പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ അതിഥി ജിൻസി പോളാണ്. ജിൻസിയുടെ പ്രത്യേകത ജിൻസി ഗ്യാസ് സ്റ്റൗ നന്നാക്കി കൊടുക്കുന്ന ഒരാളാണ് എന്നതാണ്. പൊതുവെ സ്ത്രീകൾ ഈ രംഗത്ത് ഉള്ളതായി അറിവില്ല. ജിൻസിക്കറിയാമോ? എൻ്റെ അറിവിൽ ആരുമില്ല. ഞാനങ്ങനെ ആരെപ്പറ്റി കേട്ടിട്ടില്ല. ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞുകൂടാ. പറഞ്ഞങ്ങനെ കേട്ടിട്ടൊന്നുമില്ല ആരെങ്കിലും ചെയ്യുന്നതായിട്ടൊന്നും. ജിൻസി എങ്ങനെയാണ് ഈ ഗ്യാസ് സ്റ്റൗ നന്നാക്കുന്നത് പഠിച്ചത്? ഞാനിപ്പോൾ ഈ ജോലി ചെയ്യുന്ന കടയിൽ വന്നിട്ട് ഒരു 13 വർഷമായി. ശരി. അപ്പോൾ ഞാനവിടെ വരുമ്പോൾ എനിക്കിതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. സ്റ്റൗ വീട്ടിൽ കത്തിക്കുന്നതല്ലാതെ അതിനെപ്പറ്റി അതിൻ്റെ മെക്കാനിക് അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒന്നും അറിയില്ലായിരുന്നു. കടയിൽ വന്നതിന് ശേഷം മെഹബൂബ് എന്നാണ് പുള്ളിയുടെ ഓണറിൻ്റെ പേര്. പുള്ളി ഒരു 10 വർഷത്തോളം ഗൾഫിൽ ഇതിൻ്റെ പരിപാടിയായിരുന്നു. ഈ സ്റ്റവ് സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെയായിരുന്നു. അതിനുശേഷം ഇവിടെ വന്ന് പുള്ളി സ്വന്തമായി കട തുടങ്ങി. അപ്പോൾ പുള്ളി നല്ല രീതിയിൽ ചെയ്യും. പുള്ളി ചെയ്ത് കണ്ട് ഒരു 3-4 മാസം കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്കൊരു താല്പര്യം തോന്നി. അങ്ങനെ ഞാൻ പഠിച്ചത്. അപ്പോൾ പുള്ളി എല്ലാ കാര്യങ്ങളും എനിക്ക് പഠിപ്പിച്ചു തന്നു. അത് ചെയ്യേണ്ട വിധങ്ങളും അതിൻ്റെ അപകട സാധ്യതകളും നമ്മൾ എത്രത്തോളം അതിന് കെയർ കൊടുക്കണം എന്നുള്ളതും. കാരണം വെച്ചാൽ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരു TV അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുന്ന പോലെ ചെയ്താൽ പോരാ. ആ സാധനങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നാൽ നമുക്കതങ്ങോട്ട് മാറ്റി വയ്ക്കാം, കുഴപ്പമില്ല. പക്ഷേ ഈ സാധനം നമ്മൾ അത്രയും കെയറിങ് കൊടുത്ത് ചെയ്യണം. കാരണം എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അപകടം പിടിച്ചൊരു സാധനമാണ് സ്റ്റൗവ്. അതുപോലെ തന്നെ കുക്കറും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ ശരിക്കും നമ്മളതിനകത്ത് ശ്രദ്ധിച്ച് നല്ല ആത്മാർത്ഥമായിട്ട് തന്നെ സ്റ്റവ് സർവീസ് ചെയ്യണം. അപ്പോൾ പുള്ളിയുടെ ഒരു ആത്മാർത്ഥതയും ഇതും കണ്ടതാണ് ഞാൻ ആ മേഖലയിലേക്ക് വരാനുള്ള കാരണം. എല്ലാ കാര്യങ്ങളും നല്ല വ്യക്തമായിട്ട് എനിക്ക് പഠിപ്പിച്ച് തരുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ അങ്ങനെ കണ്ടിന്യൂ ചെയ്തപ്പോൾ ഒരു 12 വർഷത്തിൽ കൂടുതലായിട്ട് ഞാനിത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ ഗ്യാസ് സ്റ്റവ് അല്ലാതെ വേറെ കുക്കർ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? കുക്കറിന്റെ ഇതുപോലെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ചെയ്യുക, സ്പെയർ പാർട്സുകൾ മാറ്റുക, അത് വർക്കിംഗ് കണ്ടീഷനാക്കി കസ്റ്റമർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. വേറെ എന്തൊക്കെയാണ് അതിൽ വേറെ ചെയ്യുന്നത്? ഗ്യാസ് സ്റ്റവും കുക്കറും അല്ല, കുക്കർ സർവീസ് ഇത് രണ്ടും ഉള്ളൂ. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്പെയർ പാർട്സുകൾ വിൽപ്പനയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്, പാത്രങ്ങൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഗ്യാസ് സ്റ്റവ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഗ്യാസ് സ്റ്റവ് നമ്മൾ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആദ്യം രാവിലെ ഇപ്പോൾ നമ്മൾ സ്റ്റവ് കത്തിക്കണം തന്നെ ലീക്ക് എന്തെങ്കിലും ഒന്ന് ഫീൽ ചെയ്യുകയാണെങ്കിൽ അതെന്താണെന്നുള്ളത് ക്ലിയർ ചെയ്യണം ആദ്യം തന്നെ. അതിനുശേഷം നമ്മളത് ഓണാക്കി ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ലീക്ക് വരാൻ പല കാര്യങ്ങളുണ്ട്. ഒന്നെങ്കിൽ ഇപ്പോൾ റെഗുലേറ്റർ പിടിപ്പിക്കുന്നിടത്തൊന്ന് ലീക്ക് വരാം, അതല്ലെങ്കിൽ ഓസിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആണെങ്കിൽ ലീക്ക് വരാം. അതെല്ലാം ഓണും ഓഫും ചെയ്യുന്ന മെക്കാനിസത്തിൻ്റെ അവിടെ ഇപ്പോൾ നമ്മൾ സർവീസ് ചെയ്യുമ്പോൾ ഗ്രീസ് ഇട്ടാണ് സർവീസ് ചെയ്യുന്നത്. അത് ലീക്ക് വരാതിരിക്കാൻ വേണ്ടി ഇടുന്നൊരു ഇതാണ്. ആ സാധനത്തിന് എന്തെങ്കിലും കുറവ് വന്നാൽ നമ്മൾ ഓണും ഓഫും ചെയ്ത് കത്തിക്കുമ്പോൾ ചെറുതായിട്ട് ലീക്ക് വരാം. പിന്നെ അത് പിടിപ്പിക്കുന്ന ജെറ്റിൻ്റെ അടുത്ത് ലീക്ക് വരാം, അതിൻ്റെ ഓസ് കയറ്റുന്ന കണക്ടറിൻ്റെ ഭാഗത്ത് ലീക്ക് വരാം. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് ലീക്ക് വരാം. പിന്നെ നമ്മുടെ റെഗുലേറ്റർ ഹൈ പവറിലായിട്ടുണ്ടെങ്കിലും ലീക്ക് വരാം. അതൊക്കെ വളരെ അപകടം പിടിച്ച ഒരു സാഹചര്യമാണ്. അപ്പോൾ നമുക്ക് സ്റ്റൗവിനകത്ത് എന്തെങ്കിലും ഒരു ലീക്കോ കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളതെന്താണെന്ന് ക്ലിയർ ചെയ്ത് അതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. അപ്പം അങ്ങനെ ലീക്ക് ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? സിലിണ്ടറും പുറത്തേക്ക് എടുത്ത് വയ്ക്കണം അല്ലേ? സ്റ്റൗവിനകത്ത് എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ നമ്മൾ നല്ലൊരു മെക്കാനിക്കിൻ്റെ അടുത്ത് അത് കൊണ്ടുപോയി ക്ലിയർ ചെയ്യുക. പിന്നെ റെഗുലേറ്ററിനകത്ത് കംപ്ലൈൻറ്റ് വരുവാണെങ്കിൽ നമുക്കത് സർവീസൊന്നും ചെയ്യാൻ പറ്റില്ല, അത് മാറ്റി തന്നെ വേറെ പിടിപ്പിക്കണം. അതപ്പോൾ നമ്മൾ ഏജൻസിയിലോ അല്ലെങ്കിൽ അത് കൊടുക്കാൻ അനുവാദമുള്ള കടകളിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുക. പിന്നെ സിലിണ്ടറിനകത്ത് ലീക്ക് ഉണ്ടെങ്കിൽ, അതായത് അതിനകത്ത് വാഷർ ലീക്ക് വരാം, അങ്ങനെയൊക്കെയാണെങ്കിൽ നമുക്ക് തന്നെ മേടിച്ച് മാറ്റി ഇടാവുന്നതാണ്. അതല്ല സിലിണ്ടറിൻ്റെ ഇതുകൊണ്ട് ചില ലീക്കുകളൊക്കെ നമ്മൾ സിലിണ്ടർ മാറ്റി തന്നെ ഉപയോഗിക്കേണ്ടി വരും. അതിൻ്റെ പിന്നിന് എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ നമ്മൾ ഏജൻസിയിൽ വിളിച്ച് പറഞ്ഞ് മാറ്റിയെടുക്കുക. ഇനി എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമുക്ക് ചെറിയ ലീക്ക് കാര്യങ്ങളോ ഒരു ചെറിയൊരു തീപിടുത്തമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ നനച്ച ചാക്കുണ്ടല്ലോ, ചണച്ചാക്ക്, അത് വെച്ച് മൂടുക, അല്ലെങ്കിൽ കട്ടിയുള്ള കോട്ടൺ തുണി വെള്ളത്തോടുകൂടി മൂടുക.
അപ്പോൾ തീ അണഞ്ഞു നോക്കുള്ളൂ. എന്തെങ്കിലും സാഹചര്യം കൊണ്ട് ഇപ്പം നമ്മൾ പ്രതീക്ഷിക്കാത്ത പുതപ്പായാലും മതിയല്ലോ. അതായത് കോട്ടനായി എന്തെങ്കിലും കട്ടിയുള്ള എന്തെങ്കിലും നമുക്ക് ഒരു പ്രത്യേകം പെട്ടെന്നൊക്കെ ഒരു തീപിടുത്ത സാഹചര്യം വരുവാണെങ്കിൽ നമ്മൾ ധൈര്യപൂർവ്വം, അതായത് പേടിച്ച് ഓടരുത്, ധൈര്യപൂർവ്വം നമുക്ക് പെട്ടെന്ന് കൈ കിട്ടുന്നപ്പോൾ കോട്ടൺ തുണിയാണെങ്കിൽ അത് നനച്ച് മൂടുക, അല്ലെങ്കിൽ ചാക്കുണ്ടെ അങ്ങനെ എന്തെങ്കിലും ഒരു ഇത് ചെയ്യുക. അതിനുശേഷം ഏജൻസീനെ അല്ലെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും നല്ലൊരു മെക്കാനിക്കിനെ വിളിച്ച് അത് ക്ലിയർ ചെയ്യണം. അപ്പോൾ ഈ ഗ്യാസ് സ്റ്റോവിൽ പ്രശ്നങ്ങൾ വരുന്ന പലപ്പോഴും ഈ ബർണർ കേടാവുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വന്നൂടെ? ബർണർ കംപ്ലൈൻറ്റ് വരുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ സൈഡിൽ കൂടെ കത്തുക, അല്ലെങ്കിൽ ഗ്യാസ് കൂടുതലായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വേസ്റ്റായിട്ട് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമുക്ക് വലിയ അപകടങ്ങൾ വരില്ല. അതായത് ബർണർ പൊട്ടിപ്പോവുക അങ്ങനെയൊക്കെ സംഭവിക്കാം. അങ്ങനെയൊക്കെ സംഭവിക്കാം. അപ്പോൾ അത് ഉടനെ തന്നെ നമ്മൾ മാറ്റണ്ടേ? അത് ഉടനെ മാറ്റുന്നതാണ് നമുക്ക് ഗ്യാസ് സേവ് ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. ഗ്യാസ് അതിൽ കൂടി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും അല്ലേ? ശരി. അപ്പം ചില സമയത്ത് നമ്മുടെ ഈ ബർണർ ശരിക്കും കത്താതിരിക്കുക, ഫുൾ ഫ്ലെയിമിൽ കിട്ടാതിരിക്കുക, അങ്ങനെയൊക്കെ വരുമ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ധാരാളം വീഡിയോസൊക്കെ ഉണ്ട്, നമുക്ക് തന്നെ ഇത് ശരിയാക്കാം എന്നൊക്കെ പറഞ്ഞ്. അത് ശരിയാണോ? ഞാൻ ചോദിക്കുന്നത് അത് നമ്മൾ, അതായത് സാധാരണക്കാരത് ചെയ്യുന്നത് അപകടം പിടിച്ചൊരു കാര്യമല്ലേ? നമ്മൾ തന്നെ ശരിയാക്കുന്നത് ശരിയാണോ? ഒരിക്കലുമല്ല. അത് ഒരു തെറ്റായ പ്രവണതയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ഒരു സ്റ്റൗവിന് നമുക്ക് തോന്നും നമുക്ക് സ്വയം ചെയ്യാം അല്ലെങ്കിൽ ശരിയാവുന്നു നമുക്ക് തോന്നും നമ്മൾ ചെയ്യും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ അത് കൂടുതൽ കംപ്ലൈൻറ്റിലേക്കാണ് പോകുന്നത്. ഇപ്പം എനിക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. എനിക്കത് ഞങ്ങളുടെ കടയിൽ കാരണം ഇതുപോലെ എന്തെങ്കിലും ചെറുതായിട്ട് കത്താത്തത് ലീക്ക് കാണിക്കുമ്പോൾ അവർ സ്വയം അത് അഴിച്ച് ചെയ്തിട്ട് അവർക്കത് ശരിയാവാതെ വരും അല്ലേ? അവർക്കത് പറ്റാത്തൊരു സ്റ്റേജിലേക്ക് വരും. അപ്പോൾ അവർ കടയിൽ കൊണ്ടുവരും. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ പോലും അത് വലിയൊരു കംപ്ലൈൻറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. ശരി. അപ്പോൾ അത് നന്നാക്കി എടുക്കാൻ പിന്നെയും ബുദ്ധിമുട്ടായിരിക്കാം അല്ലേ? ബുദ്ധിമുട്ട് മാത്രമല്ല, പിന്നെ നമുക്ക് ചിലപ്പോൾ ചില സാധനങ്ങൾ ചിലപ്പോൾ അതിനകത്തുള്ളത് നല്ലതായിരിക്കാം, പക്ഷെ ഇവർ അഴിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അത് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ നമ്മൾ ആ സാധനങ്ങളെല്ലാം മാറ്റേണ്ടി വരും. ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും സ്റ്റൗവിനെ സംബന്ധിച്ച്, കുക്കറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ സ്വയം ചെയ്യാതിരിക്കുക. അത് റിപ്പയർ ചെയ്യുന്ന ഒരു കടയിൽ തന്നെ അല്ലെങ്കിൽ അല്ലേ, അങ്ങനെ ഒരു എക്സ്പേർട്ടിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നതാണ് എപ്പോഴും നല്ലത്. എപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ചോയ്സ് അതാണ്. കുക്കറിന് എന്ത് കേട് വന്നിട്ടാണ് സാധാരണ ആളുകൾ കൊണ്ടുവരുന്നത്? കുക്കറിന് കേട് വരുന്ന ഒന്ന് അതിൻ്റെ സേഫ്റ്റി വാൽവ് പൊട്ടിപ്പോയി കൊണ്ടുവരും, പിന്നെ ഗ്യാസ്കറ്റ് കംപ്ലൈൻറ്റ് വഴി കൊണ്ടുവരും, ഹാൻഡിലുകളൊക്കെ പൊട്ടിപ്പോയി കൊണ്ടുവരും. പിന്നെ ചിലതൊക്കെ കുറച്ച് നാളൊക്കെ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് ബോഡിക്കൊക്കെ ചെറിയ ഡാമേജുകളൊക്കെ വരും. അപ്പോൾ അതൊക്കെ കംപ്ലൈൻറ്റ് ക്ലിയർ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുക്കറിൽ ചെയ്യുന്നത്. മെയിനായിട്ടുള്ളത് അതിൻ്റെ സേഫ്റ്റി വാൽവ്, ഗ്യാസ്കറ്റ്, വെയിറ്റ്, വെൻറ്റ് ട്യൂബ്, അതിനൊക്കെ കുറച്ചാളൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും ചെറിയ ഇതൊക്കെ വരും. ഗ്യാസ്കറ്റും സേഫ്റ്റി വാൽവൊക്കെ ചെറിയൊരു കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ അത് മാറ്റേണ്ടി വരും, അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. ശരി. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കും. അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നമ്മളത് ഉപയോഗിക്കുമ്പോൾ ഇത് പൊട്ടിത്തെറിക്കാനുള്ളൊരു സാധ്യത ഉണ്ടാവുമായിരിക്കും അല്ലേ? ഇതിന് പൊട്ടിത്തെറിക്കുന്ന അതിൻ്റെ ഉള്ളിലെ പ്രഷറിൻ്റെ പ്രോബ്ലം വരുമ്പോഴാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് ഉപയോഗിക്കേണ്ട സാധനങ്ങൾക്കൊരളവുണ്ട്. ആ അളവിൽ കൂടുതൽ വരികയോ അല്ലെങ്കിൽ കൂടുതൽ വിസിലടിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് പൊട്ടിത്തെറിക്കുന്നത്. പിന്നെ അതിൻ്റെ വെൻറ്റ് ട്യൂബിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും അടഞ്ഞിരിക്കുക, അങ്ങനെയുള്ള സാഹചര്യത്തിലൊക്കെയാണ് അത് അപകടത്തിലേക്ക് പോകുന്നത്. അപ്പം അതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുമ്പ് ഒന്ന് ക്ലിയർ ചെയ്താൽ മതി. നമ്മളിപ്പോൾ ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുമ്പം സാധാരണയായിട്ട് ഇപ്പോൾ രാവിലെ നമ്മൾ മിക്കവാറും അത് വെളുപ്പിനൊക്കെ ആയിരിക്കുമല്ലോ സ്ത്രീകൾ അടുക്കളയിൽ കയറിയതൊക്കെ ഓൺ ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്തും നമ്മൾ ഈ ജനലും വാതിലൊക്കെ തുറന്നിടണം അങ്ങനെയൊക്കെ ഉണ്ടോ? അതോ അത് നമുക്ക് സേഫ്റ്റിയാണ്. അതായത് നമ്മൾ കിടക്കുമ്പോൾ എപ്പോഴും രാത്രിയിൽ നമ്മുടെ എല്ലാ വർക്കും കഴിഞ്ഞ് കിടക്കുമ്പോൾ അടിവശം എപ്പോഴും ഓഫ് ചെയ്ത് വെക്കണം. അത് നിർബന്ധമുള്ള കാര്യമാണ്. അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ രാവിലെ ഓണാക്കാൻ ചെല്ലുമ്പോൾ ഇത് ഓണാക്കാം. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും തോന്നുന്നില്ലെങ്കിൽ ജനലും തുറക്കണമെന്നൊന്നുമില്ല. കാരണം ഇത് ഓണാക്കി നമ്മൾ നോബ് ഓണാക്കി നമുക്ക് കത്തിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഫീൽ ചെയ്താൽ ഉടനടി ഇതെല്ലാം വാതിലും ജനലൊക്കെ തുറന്നിടുക. അതെല്ലാം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ നിർബന്ധമായിട്ടും കിടക്കുന്നതിന് മുമ്പ് ഇത് ഓഫ് ചെയ്ത് വെക്കുന്നതാണ് എപ്പോഴും സുരക്ഷിതമായിട്ടുള്ള കാര്യം. ഈ കുക്കർ മാത്രമാണോ നന്നാക്കി കൊടുക്കുന്നത്? നന്നാക്കൾ ഇത് രണ്ടേ ഉള്ളൂ. നേരത്തെ നമുക്ക് മിക്സിയൊക്കെ നന്നാക്കുമായിരുന്നു. പിന്നെ ഇച്ചിരി സ്റ്റൗവിൻ്റെ ഇതിൻ്റെ ഒക്കെ വർക്ക് കൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അത് വന്ന് സ്റ്റോപ്പ് ചെയ്തു. ഇപ്പോൾ ഈ ഗ്യാസ് സ്റ്റൗവും
കുക്കർ മാത്രമാണ് കൂടുതലായിട്ടും ഇത് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഏതിലാണ് കൂടുതൽ തിരക്കുള്ളത്? കുക്കറാണോ അതോ സ്റ്റൗവാണോ? പിന്നെ ഈ വർക്കിൻ്റെ ഒരു രീതികൾ ഇതൊക്കെ ഒന്ന് വിശദമായിട്ട് പറയാമോ? ഇല്ല, മെയിനായിട്ട് നമ്മൾ സ്റ്റൗ തന്നെയാണ്. നമുക്ക് ഡെയിലി ഒരു കുറഞ്ഞതൊരു 7-8 സ്റ്റൗ ഒക്കെ വരാറുണ്ട്. അപ്പോൾ അത് പിന്നെ ഞങ്ങൾ ചെയ്യുന്ന അങ്ങനെ രാവിലെ വന്നു കഴിഞ്ഞാൽ അന്ന് തന്നെ വൈകുന്നേരം 7 മണിക്കുള്ളിൽ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളൊരിത്. കാരണം അവർ കസ്റ്റമർ ഒരിക്കലും ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. പിന്നെ ചെയ്യുന്ന സ്റ്റൗ ഏത് സ്റ്റൗ ചെയ്താലും 6 മാസത്തെ ഗ്യാരണ്ടി സർവീസോടുകൂടി ചെയ്യുന്നത്. അതായത് ഞങ്ങൾ ചെയ്യുന്ന സർവീസിന് 6 മാസത്തെ ഗ്യാരണ്ടി ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെയിലി കുറഞ്ഞതൊരു 5 മുതലൊരു 8-9 വരെ ഡെയിലി വരാറുണ്ട്. ഈ കട ഏത് ഭാഗത്തായിട്ടാണ്? നമ്മുടെ മുനിസിപ്പൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ഇല്ലേ, കാക്കനാട്, അതിനകത്താണ് ഈ കട. ശരി. ജിൻസിയുടെ കുടുംബത്തെക്കുറിച്ച് പറയും. എൻ്റെ വീട്ടിലെ ഹസ്ബൻഡ് 2 മക്കൾ, 2 പിള്ളേരാണ്. പഠിത്തമൊക്കെ കഴിഞ്ഞ ഒരാൾ ഇപ്പം ഇവിടെ ഇല്ല, പുറത്താണ്. ജോലി അന്വേഷിച്ച ജോലിയൊന്നും ശരിയായിട്ടില്ല. പിന്നെ അങ്ങനെ ഇളയാൾ ഇവിടെ ഒരു കമ്പനിയിൽ പോകുന്നു. അത്രയൊക്കെയുള്ളൂ ഫാമിലി. അദ്ദേഹം എന്താ ചെയ്യുന്നത് ചേട്ടൻ? പുള്ളി ഒരു മഠത്തിൽ കൃഷിപ്പണിയും കാര്യങ്ങളൊക്കെയാണ്. ശരി. പോളല്ലേ? പോള്. ഇപ്പോൾ ഈ സ്റ്റൗവ് എപ്പോഴും നമ്മൾ കുറേ കാലത്തേക്ക് സ്റ്റൗ നമുക്ക് ആവശ്യമുണ്ടാവുമല്ലോ. അപ്പോൾ അതുതന്നെ നമ്മൾ ആ സ്റ്റൗ എങ്ങനെയാണ് സൂക്ഷിക്കേണ്ടത്, അതിനെക്കുറിച്ചൊന്ന് പറയൂ. നമുക്ക് സ്റ്റൗ ഇല്ലാത്തൊരു ജീവിതം ഇല്ല ശരിക്കും പറഞ്ഞാൽ. കാരണം ഏത് കാലഘട്ടത്തിൽ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് മുമ്പൊക്കെ വിറകൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊന്നുമില്ല, എല്ലാവർക്കും തിരക്കായി കാര്യങ്ങളൊക്കെ. ഈ ഒരു കുറഞ്ഞതൊരു 10-20 വർഷങ്ങളായിട്ട് സ്റ്റൗ ഇല്ലാത്ത ഒരു വീടും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതെ, അതില്ലാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പോൾ നമ്മൾ സ്റ്റൗവിനകത്ത് ശ്രദ്ധിക്കേണ്ടത്, ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റൗ ഉപയോഗിക്കുമ്പോൾ വെള്ളം തിളച്ച് വീഴാൻ ശ്രദ്ധിക്കുക. വെള്ളം എന്ന് മീൻസ് നമ്മൾ ഉപയോഗിക്കുന്ന സാധനം, ഇപ്പം കഞ്ഞി ആയാലും ചായ ആയാലും എന്ത് സാധനങ്ങളായാലും ഉപയോഗിച്ച് ബർണറിലേക്ക് വീഴരുത്. അത് വീഴുമ്പോഴാണ് ഈ ബർണർ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോകുന്നത്. അപ്പോൾ പരമാവധി നമ്മൾ തിളച്ച് കഴിഞ്ഞിട്ടും അടുപ്പത്തിരിക്കുന്ന സാധനങ്ങളാണെങ്കിൽ തീ കുറച്ച് വയ്ക്കുക, അതായത് സിമ്മിലേക്ക് കൊണ്ടുവരാം. അപ്പം അങ്ങനെ കൊണ്ടുവരുമ്പോഴുള്ള നേട്ടം എന്താണെന്ന് വെച്ചാൽ 2 നേട്ടമുണ്ട്. ഒന്ന്, ഈ ബർണർ കംപ്ലൈൻ്റ് ആവാതെ നമുക്ക് കുറേ കാലം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉള്ളത് ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം തിളച്ച് കഴിയുമ്പോൾ ഇരിക്കുന്ന സാധനത്തിന് ഇപ്പോൾ ഫുൾ ഫ്ലെയിമിലിട്ടാലും സിമ്മിലിട്ടാലും അതെടുക്കുന്ന ഗ്യാസിൻ്റെ അളവ് സെയിമാണ്. അപ്പോൾ നമ്മൾ ഫുള്ളിലിട്ട് കഴിയുമ്പോഴത്തേക്കും കൂടുതലായി കത്തുന്നത് നമുക്ക് ഉപയോഗമില്ലാതെ വേസ്റ്റായിട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് 2 ഗുണമുണ്ട്. അതുകൊണ്ട് രണ്ടും നമുക്ക് പൈസ സേവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്ന്, ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാം, അപ്പോൾ കൂടുതൽ ദിവസം അത് യൂസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം, ബർണർ കംപ്ലൈൻ്റ് ആവാതെ കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഉള്ളത്, ഈ സ്റ്റൗ ഒക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്ത്, അതായത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് എണ്ണ സാധനങ്ങളൊക്കെ എങ്ങനെയാലും തൂകി വീഴും. അതൊക്കെ തുടച്ച് വൃത്തിയാക്കി ഉപയോഗിക്കുക. പാൻ സപ്പോർട്ടും അതിൻ്റെ പ്ലേറ്റുകളൊക്കെ ക്ലീൻ ചെയ്തൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. എണ്ണയൊക്കെ തിളച്ച് തൂവിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ വൃത്തിയാക്കാൻ കഴിയും? ഇപ്പോൾ ഞങ്ങൾ കടയിൽ ചെയ്യണമെന്നൊക്കെ കൊണ്ടുവരുന്ന സ്റ്റൗവിൻ്റെ ക്ലീൻ ചെയ്യുന്ന ഞങ്ങളൊരു ചെറിയ ലിക്വിഡ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അല്ല, സാധാരണ ഒരു വീട്ടിലെങ്ങനെ ചെയ്യാൻ പറ്റും? വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന ഇച്ചിരി സോപ്പും പതി എടുത്തിട്ട് അതിനകത്ത് സ്ക്രബ്ബർ എന്തെങ്കിലും മുക്കി ഒന്ന് ക്ലീൻ ചെയ്ത് ഉണങ്ങിയ തുണി കൊണ്ട് തുടച്ച് കഴിഞ്ഞാൽ നീറ്റാവും. പിന്നെ ഡെയിലി നമ്മൾ സ്റ്റൗ വയ്ക്കുന്ന സ്ലാബ് ഉപ്പുപൊടി വിതറണം. എന്നിട്ടൊന്ന് തുടയ്ക്കുകയാണെങ്കിൽ ഉറുമ്പ്, പാറ്റ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റൗവിനകത്ത് വരാതിരിക്കും. ശരി. അതൊരു ഭയങ്കര ഉപദ്രവമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണത്തിൻ്റെ സ്മെല്ലടിച്ചൊക്കെ അടുക്കളയിൽ പാറ്റ മിക്ക വീടുകളിലും ഉണ്ടാവും. ആ പാറ്റയും പല്ലിയും അല്ലെങ്കിൽ ഉറുമ്പുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ സ്റ്റൗവിൻ്റെ ഭാഗത്തേക്ക് വരാതിരിക്കും. അപ്പോൾ ഇത് നനഞ്ഞ തുണി കൊണ്ട് തുടയ്ക്കുന്നതിന് പ്രശ്നമുണ്ടോ? സ്റ്റൗവ് ഇല്ല, നമുക്ക് ബർണർ കഴുകാമല്ലോ അല്ലേ? ബർണർ ചൂടായിരിക്കുമ്പോൾ കഴുകരുത്. ഉപയോഗം എല്ലാം കഴിഞ്ഞ് തണുത്തതിന് ശേഷം നമുക്ക് കഴുകി നീറ്റായിട്ട് വയ്ക്കാൻ കുഴപ്പമില്ല. ചൂടോടുകൂടി കഴുകിയിട്ടുണ്ടെങ്കിൽ അതിന് ഡാമേജ് വരും. ബർണർ എങ്ങനെ നമുക്ക് സോപ്പ് വെള്ളത്തിലാണോ, എങ്ങനെയാണ് അത് വൃത്തിയാക്കാൻ കഴിയുക? കളർ കിട്ടണമെങ്കിൽ നമുക്ക് ഇച്ചിരി ബ്രഷിനകത്ത് വാളംപുളി ഇല്ലേ, വാളംപുളി ശകലം എടുത്തിട്ട് വാഷ് ചെയ്താൽ നല്ലതാണ്. അല്ലെങ്കിൽ വെറുതെ കഴുകിയെടുത്താലും കുഴപ്പമില്ല. ഇച്ചിരി കളർ മങ്ങിയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ, വേറെ പ്രോബ്ലം ഒന്നുമില്ല. ചൂടോടുകൂടി കഴുകാതിരുന്നാൽ മതി. ബർണർ നമ്മൾ എപ്പോഴും കഴുകണോ? എങ്ങനെയാണ്? എപ്പോഴും കഴുകേണ്ട കാര്യമില്ല. എന്തെങ്കിലും വീണ അഴുക്കായാലും മാത്രം കഴുകിയാൽ മതിയല്ലോ അല്ലേ? കഴുകിയാൽ മതി, അല്ലെങ്കിൽ തുടച്ചു വെച്ചാൽ മതി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എല്ലാ ദിവസവും രാവിലെ ഉപയോഗിക്കുന്നതിന് മുമ്പ് ബർണർ എപ്പോഴും ലൂസായിട്ട് കിടക്കണം. നമ്മൾ ഏതൊരു പുതിയ സ്റ്റൗ മേടിക്കുമ്പോൾ അതിനകത്ത് ബർണർ ലൂസായിരിക്കും. അതായത് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റും.
ഈ സാധനം നമ്മൾ 2-3 ആഴ്ച അതിനകത്ത് വെച്ചാൽ എടുക്കാതെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് ജാമാവാൻ തുടങ്ങും, അതായത് ടൈറ്റ് ആവും. അത് ശരി. അപ്പം അങ്ങനെ കുറച്ച് ദിവസം കണ്ടിന്യൂ ആയിട്ട് കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ദ്രവിക്കാൻ തുടങ്ങും. അതായത് ഈ ബർണറിൻ്റെ ടോപ്പ് ബ്രാസാണ്, അടിവശം അലുമിനിയമാണ്. ഇത് രണ്ടും കൂടെ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ അനക്കാതെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അലുമിനിയം ദ്രവിക്കാൻ തുടങ്ങും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും സൈഡിൽ കൂടെയൊക്കെ സ്പ്രെഡ് ചെയ്ത് കത്താൻ തുടങ്ങും അത്. അത് ശരി. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഡെയിലി ഉപയോഗിക്കുന്നതിന് മുമ്പ് ഈ ബർണർ ചെറുതായിട്ടൊന്ന് അനക്കി കൊടുത്തിട്ട് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും എവിടെയെങ്കിലും ലീക്ക് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് സോപ്പും പത എടുക്കുക. അതായത് സോപ്പ് പതപ്പിച്ചിട്ട് ആ പത ഫുൾ കവർ ചെയ്യുക. നമുക്ക് എവിടെയാണ് ലീക്ക് ഫീൽ ചെയ്യുന്നത്, ഇപ്പോൾ റെഗുലേറ്ററിൻ്റെ അടുത്താണെങ്കിൽ അവിടെ, നോബിൻ്റെ അടുത്താണെങ്കിൽ അവിടെ, അല്ലെങ്കിൽ ഏത് ഭാഗത്ത് നമുക്ക് ഫീൽ ചെയ്യുന്ന ആ ഭാഗത്ത് സോപ്പും പത വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കൊമളിച്ച് വരും ലീക്ക് ഉണ്ടെങ്കിൽ. അപ്പോൾ നമുക്ക് പിന്നെ സർവീസ് ചെയ്തിട്ട് ഉപയോഗിക്കാവുള്ളൂ. പക്ഷെ നമുക്ക് എവിടെ ലീക്കെന്ന് അറിയണമെങ്കിൽ അതൊരു ബെറ്ററായ മാർഗമാണത്. വേറെ തീ വെച്ച് നോക്കുക അങ്ങനെയൊന്നും ചെയ്യരുത്, അതൊക്കെ വളരെ അപകടമാണ്. സോപ്പും അത് പതപ്പിച്ചിട്ട് കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ചെറിയ മൈന്യൂട്ടായി ലീക്ക് ഉണ്ടെങ്കിൽ പോലും അവിടെ വലിയ കൊമ്മള വരും. ശരി, അങ്ങനെ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് സ്റ്റൗ ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നല്ലേ. പിന്നെ വേറൊരു ഇതുള്ളത്, ചില സ്ഥലങ്ങളിൽ ഇപ്പോൾ നമുക്ക് അങ്ങനെ ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റ് ഗ്യാസ് തീർന്നതിന് ശേഷം ഇവർ സിലിണ്ടർ ചെരിച്ചിട്ട് കത്തിക്കും. കുറച്ചും കൂടെ ഗ്യാസ് വരുവാണെങ്കിൽ കത്തിക്കാന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടി ചെയ്യുന്നതാണ്. അത് വളരെ അപകടം പിടിച്ചതാണ്. അപ്പോൾ ഞാൻ എടുത്തു പറയാനുള്ള കാരണം നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ അങ്ങനെ വരുന്നുണ്ട്. കടയിൽ അവരങ്ങനെ ചെയ്തിട്ട് അവർക്ക് അറിയാതെ ചെയ്യുന്നതാണ്. അങ്ങനെ ചെയ്യാൻ പാടില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ ലിക്വിഡുണ്ട്. ആ ലിക്വിഡും കൂടെ വന്ന് സ്റ്റൗ മൊത്തം ബ്ലോക്ക് ആവുകയും ചെയ്യും, അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ശരി. അപ്പോൾ ചില ആൾക്കാരങ്ങനെ ചെയ്യാറുണ്ട്. അവർ തീരാറാകുമ്പോൾ ഇച്ചിരി കൂടെ ഗ്യാസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാന്നുള്ള ഇതിൽ ചെയ്യുന്നതാണ്. പക്ഷെ അത് അപകടമാണ്, വളരെ അപകടം പിടിച്ച കാര്യമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇനി എന്തെങ്കിലും പറയാനുണ്ടോ, ആളുകൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും? നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രയ്ക്കുള്ള വീടുകൾ ഉപയോഗിക്കുമ്പോൾ ആദ്യം നമുക്ക് എവിടെയെങ്കിലും ലീക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ലീക്ക് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെക്ക് ചെയ്യുക. എങ്ങനെ ചെക്ക് ചെയ്തില്ലെങ്കിൽ അത് കംപ്ലൈൻറ്റ് തീർത്തിട്ട് ഉപയോഗിക്കാവുള്ളൂ. പിന്നെ ഇതിനെപ്പറ്റി അറിയാത്ത ആരും ചിലപ്പോൾ യൂട്യൂബിൽ അല്ലെങ്കിൽ ഇതൊന്നും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വേറെ ഒരു സാധനം കംപ്ലൈൻ്റായിട്ട് സർവീസ് ചെയ്യുന്ന പോലെ അല്ല സ്റ്റൗവ്. കാരണം നമ്മുടെ ജീവന് തന്നെ ഭീഷണി ഉണ്ടാകുന്നൊരു സാധനമാണത്. അതുകൊണ്ട് അറിയാവുന്നവരെ കൊണ്ട് ചെയ്യിച്ചതിന് ശേഷം എന്ത് കംപ്ലൈൻ്റ് ആണോ ആ കംപ്ലൈൻറ്റ് പരിപൂർണമായി തീർത്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക എന്നുള്ളതാണ്. മാത്രമല്ല എനിക്ക് തോന്നുന്നു എല്ലാ ദിവസവും നമ്മൾ സ്റ്റൗ ക്ലീൻ ചെയ്യണം, ഓരോ തവണ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷവും, അല്ലേ? അതാണ് ഏറ്റവും ബെറ്ററായ കാര്യം. കാരണം അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് സ്റ്റൗവ് കുറേയും കൂടെ നമുക്ക് കൂടുതൽ കാലാവധി ഉപയോഗിക്കാൻ പറ്റും. ഇതിൻ്റെ കംപ്ലൈൻറ്റുകളും അത്ര പെട്ടെന്ന് വരില്ല. കൂടുതലൊക്കെ നമ്മുടെ ശ്രദ്ധക്കുറവ് കൊണ്ടൊക്കെയാണ് ഈ ബർണറും കാര്യങ്ങളൊക്കെ ഡാമേജായി പോകുന്നത്. അപ്പം അതൊക്കെ നമ്മൾ വീടുകളിൽ നമുക്ക് തന്നെ സ്ത്രീകൾക്ക് തന്നെ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സ്ത്രീകൾ തന്നെയാണ് ശ്രദ്ധിക്കേണ്ടതും. പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിൽ ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ജിൻസി പോളാണ്. സ്ത്രീകൾ അധികം കടന്നു ചെല്ലാത്ത ഒരു മേഖല സ്റ്റൗവിൻ്റെ റിപ്പയറിങ്ങിനെ കുറിച്ച് മാത്രമല്ല, ഗ്യാസ് സ്റ്റൗ ഉപയോഗിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം ശ്രദ്ധിക്കണം, ഇത്തരം കാര്യങ്ങളൊക്കെ ജിൻസി നമുക്ക് പറഞ്ഞു തന്നു. താങ്ക് യു ജിൻസി. താങ്ക് യു. ഓക്കെ.
സ്വപ്നങ്ങൾ തീർത്തൊരു പൂങ്കുല പൊട്ടിച്ചു പൂജിച്ചു രാധ. ആരെ പൂജിച്ചു രാധ?
കേട്ട ഈ ഗാനം പാടിയത് മിൻമിനി. ഗാനരചന സി രാമചന്ദ്രമേനോൻ, സംഗീതം രമേശ് സദാശിവ. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം KV ലീല.